ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. മഹാവിഷ്ണുവിൻ്റെ 9ാമത് അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ദിവസം. മഹാവിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടക്കുകയാണ്. ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന വ്യാപകമായി ആയിരക്കണക്കിന് മഹാശോഭയാത്രകൾ ഒരുക്കും. പുലർച്ചെ മുതൽ ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് സാനു കെ സജീവ്, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഗോകുൽ രമേശ് എന്നിവർ ചേരുന്നു. ഗുരുവായൂരിൽ നിന്ന് ആദ്യം സാനു കെ സജീവ്. സാനു, മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നും ഉറിയടി ഘോഷയാത്രകൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, എന്തായാലും ഗുരുഭവനപുരിയും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളെല്ലാം ഈ ഒരു അഷ്ടമി രോഹിണി നമ്മളുള്ളത് മമ്മിയൂർ ക്ഷേത്രത്തിൽ. പ്രത്യേക തരത്തിലുള്ള കുടയുണ്ട്, അതേപോലെ തന്നെ വാദ്യ കൂടി. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. നമുക്ക് ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നും അവിടെ ഉറിയടി ഘോഷയാത്ര അല്പസമയത്തിനകം ആരംഭിക്കും. നമുക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വിശേഷങ്ങളിലേക്ക് പോകാം. ആറന്മുളയിൽ ഉത്രട്ടാതി ജലമേളയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നടക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങാണ് അഷ്ടമി രോഹിണി ഉത്സവം. അതിൻ്റെ ഭാഗമായി രാവിലെ പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. വള്ളസദ്യ നടക്കുന്ന ക്ഷേത്രത്തിൽ ഇന്ന് അഷ്ടമി രോഹിണി സമൂഹ സദ്യ വളരെ പ്രധാനമാണ്. ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിൽ ഈ ദിവസം എത്തിച്ചേരുക. ആറന്മുള ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ഇപ്പോൾ ആറന്മുള ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ, കൂടുതൽ വിവരങ്ങൾ. ഗോകുൽ. വിനോദ്, ആറന്മുളയിൽ ഉത്രട്ടാതി ജലമേള പോലെ തന്നെ അല്ലെങ്കിൽ തിരുവോണത്തോടെയൊക്കെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളും അതോടൊപ്പം തന്നെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്ന ഒരു ദിവസം കൂടിയിട്ടാണ് ഇന്ന് അഷ്ടമിരോഹിണി എന്ന് പറയുന്നത്. പാർത്ഥസാരഥി ഭഗവാന്റെ ജന്മദിനമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ വിശിഷ്ട പൂജകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ നിർമാല്യത്തിന് ശേഷം ഭഗവാനെ ഇഞ്ചയും എണ്ണയും തേച്ച് കുളിപ്പിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അതിനുശേഷം ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കരക്കാരുടെ പറയെടുപ്പ് ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് അഷ്ടമിരോഹിണി വള്ളസദ്യ തന്നെയാണ്. സുപ്രസിദ്ധമായിട്ടുള്ള വള്ളസദ്യയാണ്. ഇന്ന് ഭഗവാന്റെ പിറന്നാൾ സദ്യ കൂടിയിട്ടാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ഇന്ന് ഈ തിരുമുറ്റത്താണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ക്ഷേത്രത്തിനും തിരുമുറ്റത്തായിട്ടാണ് ഈ വള്ളസദ്യ ക്രമീകരിച്ചിരിക്കുന്നത്. 52 കരയിൽ നിന്ന് എത്തുന്നവർക്കും ഈ വള്ളസദ്യ ഇന്ന് കൊടുക്കുന്നുണ്ടാകും. നമ്മളോടൊപ്പം ഇപ്പോൾ ഈ വള്ളസദ്യയുടെ കലവറയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, നമസ്കാരം. വള്ളസദ്യയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായിട്ടുള്ള ചടങ്ങെന്ന് പറയുന്നത് വള്ളസദ്യയാണല്ലേ? അതിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. അഷ്ടമരോഹിണി വള്ളസദ്യയാണ്. അതോടൊപ്പം തന്നെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമൂഹ സദ്യ നമ്മളവിടെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരുക്കങ്ങൾ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. സോപാന സദ്യ കാറ്ററിംഗിന്റെ അവരെയാണ് നമ്മൾ ചുമതലപ്പെടുത്തിക്കുന്ന ഭംഗിയായ കാര്യങ്ങൾ, കഴിഞ്ഞ കാലങ്ങളൊക്കെ അപേക്ഷിച്ച് ഭംഗിയായ കാര്യങ്ങൾ ഇപ്പം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വള്ളസദ്യയുടെ ഇന്ന് ഒരു പ്രത്യേകത, എത്ര കൂട്ടം വിഭവങ്ങൾ ഇന്നത്തെ എല്ലാ വിഭവങ്ങൾ 62 കൂട്ടം വിഭവങ്ങളും നമ്മൾ ഇന്ന് എല്ലാവർക്കും നമ്മൾ വിളമ്പി കൊടുക്കുന്നുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട്. അതൊക്കെ സാധാരണ വള്ളസദ്യ നടത്തുന്നത് പോലെ തന്നെ എല്ലാ വിഭവങ്ങളും ചേർത്താണ് ഇന്നത്തെ നമ്മുടെ സദ്യ കൊടുക്കുന്നത്. അതിനകത്ത് ഇന്ന ആള് അല്ലെ അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. എല്ലാം ഇന്നത്തെ ഭഗവാന്റെ ഏറ്റവും വലിയ അന്നദാനവും സദ്യയും എല്ലാം കൂടി ഇന്ന് നടത്തി കൊടുക്കും. പള്ളിയോടങ്ങളിൽ എല്ലാവരും ഈ തിരുമുറ്റത്തിരിക്കുകയാണ്. തിരുമുറ്റത്ത് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. തെക്കേ വശത്ത് നമ്മൾ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പള്ളിയോടങ്ങളുടെ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. 52 കരയിലെ പള്ളിയോടങ്ങൾ ഇന്ന് ഈ സദ്യയിൽ പങ്കെടുക്കുന്നുമുണ്ട്. മുഴുവൻ പള്ളിയോടങ്ങളും പങ്കെടുക്കുന്ന ദിവസമാണ്. വളരെ തന്നെ. എന്തായാലും അത് തന്നെയാണ്. എന്തായാലും 52 കരയിൽ നിന്നുള്ള പള്ളിയോടങ്ങളും ഇന്നത്തെ ദിവസം ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ ഭാഗമാവുകയും ചെയ്യുന്നുണ്ടാകും. ഒപ്പം ഒരു വള്ളസദ്യ പാട്ട് പാടാന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വള്ളപ്പാട്ടില്ലാതെ ആറന്മുളയിലെ ചടങ്ങുകളിലല്ലേ എന്നുള്ളതൊന്ന് ആരംഭിക്കാം. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഹരി ഹരി. വാർത്തലത്തിനാർത്തി ബാക്കി വാർത്തലത്തിനാർത്തി പോക്കി
വഞ്ചിപ്പാട്ടിന്റെ ഈരടികൾ കേട്ടാൽ എത്ര കേട്ടാലും മതി വരാത്ത വഞ്ചിപ്പാട്ടാണ് ആറന്മുള ക്ഷേത്രത്തിൽ മാസങ്ങളായി ഓണക്കാലമായതോടെ ഉയർന്നു കേൾക്കുന്നത്. അഷ്ടമി രോഹിണി ദിനത്തിലും ആ വഞ്ചിപ്പാട്ടിന്റെ ഈരടികൾ തന്നെയാണ് ക്ഷേത്രത്തെ ഭക്തിസാന്ദ്രമാക്കുന്നത്.